ഇതോ? കൃഷ്ണഭദ്രൻ സാറ് സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഓ, അപ്പോ വക്കീലും കാലും അറിയല്ലേ? കൃഷ്ണഭദ്രൻ സാർ അങ്ങനെ കാലുമാറുന്ന ആളൊന്നുമല്ല. ആദ്യം സംസാരിച്ചപ്പോ വളരെ പ്രതീക്ഷയോടെ സംസാരിച്ച ആളല്ലേ, പിന്നെ ഇപ്പൊ എന്ത് പറ്റി? അറിയില്ല അച്ഛാ, ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പണമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും. നമ്മുടെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാളല്ലല്ലോ തീരുമാനിക്കുന്നത്. കമ്പനി സ്വത്തുക്കളും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ? ഇനിയിപ്പോ നമ്മുടെ കൂടെ നിന്നാ ഒന്നും കിട്ടില്ലെന്ന് അയാൾക്ക് തോന്നിക്കാണും. നമ്മുടെ കേസ് വാദിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാന്ന് വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്കാനാ അയാളിപ്പം പറഞ്ഞത്. അയാൾക്ക് പറ്റില്ലെങ്കിലേ അങ്ങ് പോവാൻ പറ. നമുക്ക് വേറെ ഏതെങ്കിലും നല്ല വക്കീലിനെ നോക്കാം. ലോകത്ത് ഇയാള് മാത്രമല്ലല്ലോ വക്കീലായിട്ട്. ഞാൻ പോയിട്ട് കൃഷ്ണഭദ്രൻ സാറിനെ ഒന്ന് കണ്ടാലോ? വേണ്ട. ഒരു വക്കീല് കാലുമാറിയെന്ന് വെച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. താല്പര്യമില്ലാത്ത ഒരാളെ നമ്മുടെ കേസ് ഏൽപ്പിക്കണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അത് മതി. നമുക്ക് അർച്ചന പറഞ്ഞ പോലെ തന്നെ തീരുമാനിക്കാം. എടുക്കുന്നില്ല. കരയില്ലടാ. പാല് കൊടുക്കണം. എന്താ ഏട്ടത്തി, സച്ചിയേട്ടനെ കിട്ടിയില്ലേ? ഇല്ല, സച്ചേട്ട ഫോൺ എടുക്കുന്നില്ല. ഏട്ടത്തി കുഞ്ഞിനടുത്തിരിക്കെ, ഞാൻ വിളിച്ചോളാം. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ആ എന്താ അർച്ചനെ, എന്തു പറ്റി? അറിയില്ല സന്ധ്യച്ചി, കുഞ്ഞിന് നല്ല ചൂടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സച്ചേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. സന്ധ്യച്ചി ഒന്ന് നോക്കിയേ. ടെൻഷൻ ആവാതെ, ഞാൻ നോക്കപ്പാ. എന്തായി? ഇല്ല. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. മിനിറ്റ് വെച്ച് ചൂട് കൂടിക്കൊണ്ടിരിക്കുവോ? സന്ദേശേ, അർച്ചന, നമുക്ക് ഇപ്പൊ തന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. സച്ചി വരാൻ വെയിറ്റ് ചെയ്യണ്ട. അയ്യോ, ഇൻക്യുബേറ്ററിലിരുന്ന കുഞ്ഞ്, ഇനി കുഞ്ഞിന് പനി കൂടിയ പ്രോബ്ലം ആവും. വാ, വേഗം പോ. എന്റെ മോള് ഇനി നിന്ന കൂടുതൽ പ്രോബ്ലം ആവും. ഫിറ്റ്സ് വന്നാ പിന്നെ കുഞ്ഞിന്റെ ജീവൻ പോലെ അപകടത്തിലാവും. വാ, നമുക്ക് വേഗം പോ. പിടിച്ചേ. ഞങ്ങളും കൂടെ വരാം. വേണ്ട, അർച്ചന ഞാനും കൂടെ പൊയ്ക്കോളാം. വാ. അമ്മ എന്തായി ആലോചിച്ചിരിക്കുന്നത്?
എത്ര പെട്ടെന്ന് എല്ലാം വീണുപോയത്. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനെന്ന് കേട്ടിട്ടുണ്ട്. നെല്ലിശ്ശേരിലെ അവസ്ഥ ഇപ്പൊ അതായി. ഇങ്ങനൊരു ചതി പറ്റുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ അമ്മേ. അവന്തിക മിക്കവാറും കമ്പനി കൂടി പിടിച്ചെടുക്കും. പിന്നെ എന്റെ ജോലിയുടെ കാര്യം എന്താവുന്ന ഒരു പിടിയില്ല. അവള് കമ്പനി ഭരിക്കാൻ തുടങ്ങിയ അനുപേട്ടനെ അവിടുന്ന് ആ നിമിഷം പുറത്താക്കും. അതെനിക്ക് ഉറപ്പാ. എന്റെ ദൈവമേ, എല്ലാ വഴികളും ഒരുമിച്ചങ്ങ് അടയുകയാണല്ലോ. അമ്മ വിഷമിക്കണ്ട, ഇതല്ലെങ്കിൽ വേറൊരു ജോലി. എന്തായാലും ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കാര്യം പോട്ടെ, സേതുവങ്കളുടെ കാര്യ കഷ്ടം. എങ്ങനെ ജീവിച്ചിരുന്ന ആളാ ഇപ്പൊ വാടക വീട്ടിലായി. എന്റെ 2 പെൺമക്കളുടെയും ജീവിതം എന്താകുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഹോ, എത്ര അഭിമാനത്തോടെയാ എന്റെ 2 പെൺപിള്ളേരെ ആ വീട്ടിലോട്ട് കെട്ടിച്ചയച്ചത്. എടാ, പോയതൊക്കെ ഇനി എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ മക്കളെ? അറിയില്ലമ്മേ. എന്തായാലും കോടതിയും കേസൊക്കെ ആയി എല്ലാം കുറച്ച് നീണ്ടുപോകാനാ സാധ്യത. ഈശ്വരൻ, എന്നാലും ഈശ്വരൻ അവരോട് ഇങ്ങനൊരു ചതി ചെയ്തല്ലോ. ചതിച്ചത് ഈശ്വരനല്ലല്ലോ, അവന്തികയല്ലേ. അർച്ചന എന്തായാലും വെറുതെ ഇരിക്കില്ല. ഇതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുത്തിരിക്കും, അതുറപ്പാ.